കൂത്തുപറമ്പ് നഗരത്തിലെ ഓണക്കാലത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തുന്നതിനായി ഏജൻസികളെ സമീപിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഷിജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കുന്നതിന് അടിയന്തര ഇടപെടൽ എന്ന നിലയിൽ കൂത്തുപറമ്പ് നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവോര കച്ചവടവും കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിന് സമീപം പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ഓണച്ചന്ത പന്തലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഓഗസ്റ്റ് 15 മുതലാണ് തീരുമാനം നടപ്പിലാക്കുക. അത് ഓണത്തിന്റെ സീസൺ വരുന്ന ഒരാഴ്ച നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി തെരുവോര കച്ചവടം മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റാം. അങ്ങനെ വരുമ്പം ഇപ്പം നമ്മുടെ ബൗണ്ടറി വരുന്നത് നിർമ്മലഗിരി തൊട്ട് പൂക്കോട് വരെയുള്ള ഭാഗമാണ്. ഈ ഭാഗങ്ങളിലെ വഴിയോര കച്ചവടം മുഴുവൻ നമുക്ക് ഈ പൂക്കച്ചവടമാണ് ഈ ഓണക്കാലത്ത് അധികമായി ഉണ്ടാവുന്നത്. ഈ പൂക്കച്ചവടങ്ങൾ മുഴുവൻ ഈ ഭാഗങ്ങളിൽ അനുവദിക്കാതെ എല്ലാം ഈ ഓണച്ചന്തയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം എന്ന നിലയിൽ നഗരസഭ അതിൻ്റെ നടപടികൾ ആലോചിച്ചു വരുന്നുണ്ട്. അതിനു പുറമെ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള റോഡിലെ ബൈക്ക് പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനും തീരുമാനിച്ചു. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ റോഡ്, ട്രഷറി റോഡ്, പഴയനിരത്ത് റോഡ്, കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രി റോഡ് എന്നീ റോഡുകളിൽ ഒരു വശത്തു മാത്രം പാർക്കിംഗ് അനുവദിക്കാൻ തീരുമാനിച്ചു. കൂത്തുപറമ്പ് നഗരസഭ നിർദ്ദിഷ്ട ബസ് സ്റ്റാൻഡിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് കണ്ണൂർ റോഡിലുള്ള ഭാഗത്ത് പേ പാർക്കിംഗ് സംവിധാനം ആരംഭിക്കുന്നതിനും യോഗം തീരുമാനമെടുത്തു. ഒരു വശത്ത് പൂർണ്ണമായിട്ട് വാഹനങ്ങൾ നോ പാർക്കിംഗ് കൊടുത്തുകൊണ്ട് വൺ വേ സിസ്റ്റം ആണെങ്കിൽ ഒരു പരിധിവരെ അതിലെ വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നതിന് തടസ്സമില്ല. ഈ തിരക്കിനിടയിൽ നമുക്ക് വളരെ സുഖമായിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് ഈ ബസ് സ്റ്റാൻഡിൽ പലപ്പോഴും 2, 3, 4 ലൈൻ ഓട്ടോറിക്ഷ പാർക്കിങ് കാണാറുണ്ട്. അതുകൊണ്ട് അവിടെ ബസ്സുകൾക്ക് സുഖമായി പോകുന്നതിന് ഒരു തടസ്സം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, ആ ഭാഗത്തേക്കുള്ള കുറച്ച് തിരക്കുകൾ അവിടെ അനുഭവപ്പെടാറുണ്ട്. കൂടുതലായിട്ട് പെട്ടെന്ന് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിക്കുന്നതുകൊണ്ട് അപ്പുറം ഇപ്പുറയുള്ള പഴയ നിരത്ത് ജംഗ്ഷൻ മുതൽ ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കൂടാതെ മുനിസിപ്പാലിറ്റിയുടെ ജംഗ്ഷൻ, ഹോസ്പിറ്റൽ, അവിടെയും ഈ പറഞ്ഞ പോലെ 2 ഭാഗത്തും വാഹനങ്ങൾ നിർത്തിയിടുന്നുകൊണ്ടുള്ള ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എം വി ശ്രീജ, ട്രാഫിക് അവലോകന കമ്മിറ്റി ചെയർമാൻ എം സുകുമാരൻ, കൂത്തുപറമ്പ് CI ബിജു ആന്റണി, SI സനത്, മുൻ നഗരസഭാ ചെയർമാൻമാരായ കെ ധനഞ്ജയൻ, NK ശ്രീനിവാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ R ഹേമലത, AP ശ്യാംജിത്ത്, VB അഷ്റഫ്, M ദാസൻ, OP മനോബ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.